From the following trial balance, prepare a trading and profit and loss account for the year ended 31st March 2019 and a balance sheet as at that date. 2019 മാർച്ച് 31 അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിലെ അക്കൗണ്ട് ബാലൻസുകൾ അടങ്ങിയിട്ടുള്ള ഒരു ട്രയൽ ബാലൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ട്രയൽ ബാലൻസും അതിന് താഴെ തരുന്ന അഡീഷണൽ ഇൻഫർമേഷൻസും അനലൈസ് ചെയ്ത് ഒരു ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ് തയ്യാറാക്കേണ്ടത്. ആദ്യം ട്രയൽ ബാലൻസിലെ ഓരോ ഐറ്റവും പരിശോധിച്ച് ഓരോ ഐറ്റവും ട്രേഡിംഗ് അക്കൗണ്ടിലാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ ബാലൻസ് ഷീറ്റിലാണോ രേഖപ്പെടുത്തേണ്ടത് എന്ന് നോക്കാം. ട്രയൽ ബാലൻസിലെ ഫസ്റ്റ് ഐറ്റമാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ട ഐറ്റത്തിന് നേരെ നമുക്ക് ടി എന്ന് രേഖപ്പെടുത്താം. സെക്കൻഡ് ഐറ്റമാണ് സെയിൽസ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ട ഒരു ഐറ്റമാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ തേർഡ് ഐറ്റം പർച്ചേസസ്. ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺസ് എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ട ഒരു ഐറ്റമാണ് സെയിൽസ് റിട്ടേൺ. ദെൻ ക്യാരേജ് ഇൻവേർഡ്സ്. ക്യാരേജ് ഇൻവേർഡ്സും വരും, ക്യാരേജ് ഔട്ട്വേർഡും വരും. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ചിലവാണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ ക്യാരേജ് ഔട്ട്വേർഡ്. ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അതിനെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ദെൻ വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ പർച്ചേസസ് റിട്ടേൺസ്. പർച്ചേസസ് റിട്ടേൺസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പർച്ചേസിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതേണ്ട ഒരു ഐറ്റമാണ് പർച്ചേസസ് റിട്ടേൺസ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ഇൻകം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ട്രാവലിംഗ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ ലൈറ്റിംഗ് ഫാക്ടറി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു എക്സ്പെൻസ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ ജനറൽ എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻഷുറൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. സൺട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ബിൽസ് പേയബിൾ ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ സൺട്രി ഡെറ്റേഴ്സ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ബിൽസ് റിസീവബിൾ ഒരു അസറ്റാണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ലാസ്റ്റ് ഐറ്റം ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യണം. ഇത്രയും ഐറ്റംസ് ആണ് ട്രയൽ ബാലൻസിൽ വരുന്നത്. ഓരോ ഐറ്റവും ട്രേഡിംഗ് അക്കൗണ്ടിലാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ ബാലൻസ് ഷീറ്റിലാണോ രേഖപ്പെടുത്തേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ട്രേഡിംഗ് അക്കൗണ്ടിന് ടി എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പി എന്ന് ഷോർട്ട് നെയിം കൊടുത്തിട്ടുണ്ട്, ദെൻ ബാലൻസ് ഷീറ്റിന് ബി എന്നും കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ 31st March 2019 വാസ് വാല്യൂഡ് അറ്റ് ₹24,000. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവർ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തു. എത്രയാണ് എമൗണ്ട്? 24,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു കാര്യം ഓർക്കേണ്ടത്, ട്രയൽ ബാലൻസിനകത്ത് വരുന്ന എല്ലാ ഐറ്റങ്ങളും എല്ലാ അക്കൗണ്ട് ബാലൻസുകളും ഫൈനൽ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ബാലൻസ് ഷീറ്റിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമാണ് രേഖപ്പെടുത്തേണ്ടത്. അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നതിനെല്ലാം ജേണൽ എൻട്രികൾ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് 2 സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തേണ്ടി വരും. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും രേഖപ്പെടുത്തണം, ടി ആൻഡ് ബി. ദെൻ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കൂ. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ₹3,000. ഇപ്പോൾ ട്രയൽ ബാലൻസിനകത്ത് ആൾറെഡി വേജസ് വന്നിട്ടുണ്ട്. എത്രയാണ് എമൗണ്ട്? 42,000. 42,000 രൂപ ഈ വർഷം വേജസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇനിയും 3,000 രൂപ കൂടി പേയ്മെൻറ്റ് നടത്താനുണ്ട്. അപ്പോൾ 3,000 രൂപ ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്. അത് ഒരു പക്ഷേ കൊടുക്കുന്നത് അടുത്ത വർഷമായിരിക്കാം.
അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വേജസിനോട് കൂടെ ആ എമൗണ്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് അത് രേഖപ്പെടുത്തേണ്ടി വരിക, അത് വേജസിനോട് കൂടെ കൂട്ടി എഴുതണം. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതണം, ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, കൊടുക്കാനുള്ളൊരു എമൗണ്ട് ആണ്. ഇപ്പോൾ ലയബിലിറ്റി ആയതുകൊണ്ട് അത് എവിടെയും രേഖപ്പെടുത്തണം, ബാലൻസ് ഷീറ്റിലും രേഖപ്പെടുത്തണം. ദെൻ അടുത്ത അഡ്ജസ്റ്റ്മെന്റ് നോക്കൂ. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ₹2500. സാലറി ട്രയൽ ബാലൻസിന് അകത്ത് തന്നിട്ടുണ്ട്, എത്രയാണ്? 27,500. 27,500 രൂപ ആൾറെഡി സാലറി പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇനിയും 2,500 രൂപ കൂടി ഈ വർഷത്തെ സാലറി കൊടുക്കാനുണ്ട്. ഈ വർഷത്തെ സാലറി എക്സ്പെൻസ് എന്ന് പറയുന്നത് 27,500 മാത്രമല്ല, അതിനോടുകൂടെ 2,500 രൂപ കൂടി ആഡ് ചെയ്യണം. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറി എഴുതുന്ന സമയത്ത് അതിനോട് കൂടെ 2,500 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ആഡ് ചെയ്ത് ടോട്ടൽ എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ദെൻ ഇത് കൊടുക്കാനുള്ള സാലറിയാണ്, സോ ഇറ്റ് ഈസ് എ ലയബിലിറ്റി. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലും രേഖപ്പെടുത്തണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം. ദെൻ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എമൗണ്ടഡ് ടു ₹300. 300 രൂപ ഇൻഷുറൻസ് പ്രീപെയ്ഡ് ആണ്. അടുത്ത വർഷത്തേക്ക് വേണ്ടി 300 രൂപ ഇൻഷുറൻസ് ഈ വർഷം തന്നെ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ട്രയൽ ബാലൻസിൽ ഇൻഷുറൻസ് പറയുന്നുണ്ട്, എത്രയാണ്? 1,500. അപ്പോൾ 1,500 രൂപയാണ് ഈ വർഷം ആകെ പേയ്മെന്റ് നടത്തിയിട്ടുള്ള ഇൻഷുറൻസ് പ്രീമിയം. അതിൽ 300 രൂപ അടുത്ത വർഷത്തേക്കുള്ള എക്സ്പെൻസ് ആണ്. അപ്പോൾ ബാക്കി 1,200 രൂപയാണ് ഈ വർഷത്തെ എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഷുറൻസ് എമൗണ്ട് എഴുതേണ്ടത് 1,200 ആണ്. 1,500-ൽ നിന്ന് പ്രീപെയ്ഡ് എമൗണ്ട് 300 ലെസ് ചെയ്ത് ബാക്കി 1,200 രൂപയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം, ബാലൻസ് ഷീറ്റിലും രേഖപ്പെടുത്തണം. പ്രീപെയ്ഡ് ആണ്. പ്രീപെയ്ഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അസെറ്റ്. മുൻകൂട്ടി കൊടുക്കുന്ന എമൗണ്ടുകളൊക്കെ നമുക്ക് അസെറ്റായിട്ട് കണക്കാക്കാം. അതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡിലും രേഖപ്പെടുത്തണം. ദെൻ ഇൻട്രസ്റ്റ് അക്രൂഡ് ₹300. 300 രൂപ ഇൻട്രസ്റ്റ് നമുക്ക് ഏൺ ചെയ്തിട്ടുണ്ട്, കിട്ടാനുണ്ട്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എത്രയാണെന്നുള്ളത് ട്രയൽ ബാലൻസിനകത്ത് പറയുന്നുണ്ട്. എത്രയാണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ₹5,200. 5,200 രൂപ ഇൻട്രസ്റ്റ് ഈ വർഷം കിട്ടിയിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് 300 രൂപ ഈ വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്. ഇപ്പം ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് കിട്ടാനുള്ളത്. അപ്പം ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ഈ വർഷത്തെ ഇൻകായിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പം 5,200-നോട് കൂടെ ഈ 300 രൂപ കൂടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം. ദെൻ ഇത് നമുക്ക് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ആണ്. കിട്ടാനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അസെറ്റ്, ബാലൻസ് ഷീറ്റിലും രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഇതിൽ വരുന്നത്. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യണം, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിനുശേഷം ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം. ട്രയൽ ബാലൻസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ക്വസ്റ്റ്യനിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കാം. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്താണ് രേഖപ്പെടുത്തേണ്ടത്? ആദ്യം രേഖപ്പെടുത്തേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ട്രയൽ ബാലൻസിൽ ഫസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ₹20,000. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് 20,000. ഇപ്പോൾ ട്രയൽ ബാലൻസിൽ വരുന്ന ഐറ്റം ഒരു സ്ഥലത്ത് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് ഇനി വേറെ എവിടെയും രേഖപ്പെടുത്തേണ്ടതില്ല. അതുകൊണ്ട് നമുക്ക് ആ ഐറ്റം അവിടുന്ന് ഒഴിവാക്കാം. ദെൻ സെയിൽസ് രേഖപ്പെടുത്തേണ്ടത് എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിലാണെന്ന് നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇങ്കാണ്, ഇൻകം ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ സെയിൽസ് എഴുതുന്ന സമയത്ത് അതിനോട് കൂടെ സെയിൽസ് റിട്ടേൺ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. സെയിൽസ് റിട്ടേൺ പറയുന്നുണ്ട്. സെയിൽസ് വരുന്നത് 2,70,000 ആണ്. സെയിൽസ് റിട്ടേൺ 6,000. ഇപ്പോൾ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിൽ ആദ്യം സെയിൽസ്, ഇന്നർ കോളത്തിൽ 2,70,000 ലെസ് സെയിൽസ് റിട്ടേൺ 6,000. ഇത് കുറച്ച് കഴിയുമ്പോൾ 2,64,000. ഇപ്പോൾ സെയിൽസും സെയിൽസ് റിട്ടേണും രേഖപ്പെടുത്തി. ദെൻ ഇനി വരുന്ന ഐറ്റം പർച്ചേസസ് ആണ്. പർച്ചേസസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസസ് വരുന്ന സമയത്ത് തന്നെ പർച്ചേസസ് റിട്ടേൺസ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ പർച്ചേസിൻ്റെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതി പർച്ചേസ് റിട്ടേണിൻ്റെ എമൗണ്ട് അതിൽ നിന്ന് കുറച്ച് നെറ്റ് പർച്ചേസസ് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ പർച്ചേസസ് 80,000 ലെസ് പർച്ചേസസ് റിട്ടേൺസ് 4,000. ഇപ്പം നെറ്റ് പർച്ചേസ് വരുന്നത് 76,000. പർച്ചേസസും രേഖപ്പെടുത്തി, പർച്ചേസസ് റിട്ടേൺസും രേഖപ്പെടുത്തി.
അടുത്ത ഐറ്റം കാരേജ് ഇൻവേർഡ്സ്. ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. കാരേജ് ഇൻവേർഡ്സ് 3600. അടുത്ത ഐറ്റം വരുന്നത് വേജസ്. വേജസ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളൊരു ഐറ്റം ആണ്. അപ്പോൾ താഴെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി നമ്മൾ പരിഗണിക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ₹3000. 3000 രൂപ വേജസ് ഇനിയും കൊടുക്കാനുണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വേജസ് എന്ന് എഴുതി അതിനോട് കൂടെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം വേജസ് 42,000, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് 3,000. അങ്ങനെ ടോട്ടൽ വേജസ് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. വേജസും രേഖപ്പെടുത്തി. ഔട്ട്സ്റ്റാൻഡിങ് വേജസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ രേഖപ്പെടുത്തി. ഇനി ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തണം. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ് ലൈറ്റിംഗ്. ഫാക്ടറി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഫാക്ടറി ലൈറ്റിംഗ് 1400. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഒരു ഐറ്റം കൂടി വരുന്നുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് 24,000. ട്രയൽ ബാലൻസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഏതെങ്കിലും ഐറ്റംസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാം. അപ്പോൾ അതിലൊന്നും ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഒന്നും വരുന്നില്ല. ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കണം. വലിയ ടോട്ടലാണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ആണ് കൂടുതൽ വരുന്നത്. ടോട്ടൽ വരുന്നത് 2,88,000. അത് ഡെബിറ്റ് സൈഡിൽ എഴുതി ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1,42,000. ഈ 1,42,000 എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. ഡയറക്റ്റ് ഇൻകം ഡയറക്റ്റ് എക്സ്പെൻസിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് കിട്ടിയ ബാലൻസിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. ഈ ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യണം. ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലേക്കാണ് വരുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ 1,42,000. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകങ്ങളുമാണ് രേഖപ്പെടുത്തേണ്ടത്. രേഖപ്പെടുത്തുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കണം. ആദ്യം വരുന്നത് കാരേജ് ഔട്ട്വേർഡ്. കാരേജ് ഔട്ട്വേർഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും വരുന്നില്ല. ഫസ്റ്റ് ആയിട്ട് 800 രേഖപ്പെടുത്തി. ഇനി വരുന്നത് സാലറീസ് ആണ്. സാലറിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത്? സാലറി ഔട്ട്സ്റ്റാൻഡിങ് ₹2,500. ഈ വർഷം 27,500 രൂപ സാലറി പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇനിയും 2,500 രൂപ സാലറി കൊടുക്കാനുണ്ട്. അപ്പോൾ ടോട്ടൽ സാലറിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. കൊടുക്കാനുള്ളതും ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ആദ്യം സാലറി എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതണം. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 2,500. ടോട്ടൽ എമൗണ്ട് 30,000. സാലറി രേഖപ്പെടുത്തി. അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് റിസീവ്ഡ്. അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത്? ഇൻട്രസ്റ്റ് അക്രൂഡ് ₹300. 5,200 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയും 300 രൂപ ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇൻഡയറക്റ്റ് ഇൻകാണ്. ഫസ്റ്റ് എമൗണ്ട് എഴുതേണ്ടത് ഇന്നർ കോളത്തിലാണ്. ആഡ് അക്രൂഡ് ഇൻട്രസ്റ്റ് എമൗണ്ട് 300. ടോട്ടൽ എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡും രേഖപ്പെടുത്തി. ദെൻ ട്രാവലിംഗ് എക്സ്പെൻസസ്. ട്രാവലിംഗ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഐറ്റം ജനറൽ എക്സ്പെൻസ് 17,700. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഐറ്റം ഇൻഷുറൻസ്. ഇൻഷുറൻസിന് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? പ്രീപെയ്ഡ് ഇൻഷുറൻസ് എമൗണ്ടഡ് ടു ₹300. ഈ വർഷം 1,500 രൂപ ഇൻഷുറൻസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിൽ 300 രൂപ അടുത്ത വർഷത്തേക്കുള്ള പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഈ വർഷത്തെ എക്സ്പെൻസിൽ നിന്ന് കുറച്ച് എഴുതണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഷുറൻസ് ഡെബിറ്റ് ചെയ്യണം 1,500 ലെസ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് 300. നെറ്റ് എമൗണ്ട് വരുന്നത് 1,200. ഇൻഷുറൻസിൻ്റെ എമൗണ്ടും രേഖപ്പെടുത്തി. ഇനിയുള്ള എല്ലാ ഐറ്റംസും ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തേണ്ട ഐറ്റംസ് ആണ്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതേണ്ട എല്ലാ ഐറ്റംസും രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിലെ എമൗണ്ട് കോളങ്ങളും ടോട്ടൽ ചെയ്ത് വലിയ ടോട്ടലാണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടെയും ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്. എത്ര വരുന്നുണ്ട്? 1,47,500. അത് ടോട്ടലായിട്ട് രേഖപ്പെടുത്തി. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 94,100. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഇൻകം സൈഡാണ് കൂടുതൽ. നമുക്ക് കിട്ടിയത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ
ക്യാപിറ്റലിനോട് കൂടെ ഈ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം 94,100. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ആദ്യം രേഖപ്പെടുത്തുന്നത് ക്യാപിറ്റലാണ്. ട്രയൽ ബാലൻസിൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് എത്രയാണ്? 75,000. ഈ ക്യാപിറ്റലിനോട് കൂടെ ഈ വർഷം കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടിയിട്ടുണ്ട്? 94,100. 94,100 ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ്. അത് ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്യണം. ഇനി ക്യാപിറ്റൽ രേഖപ്പെടുത്തുന്നതിന് മുമ്പായി ഡ്രോയിങ്സ് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഡ്രോയിങ്സ് എമൗണ്ട് പറയുന്നുണ്ട് 18,000. അപ്പോൾ ആദ്യം ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ എഴുതി അതിനോടുകൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് അതിൽ നിന്ന് ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. ഇപ്പോൾ ലയബിലിറ്റി സൈഡിൽ ആദ്യം ക്യാപിറ്റൽ എമൗണ്ട് 75,000 എഴുതി. അതിനോടുകൂടെ ആഡ് നെറ്റ് പ്രോഫിറ്റ് 94,100. അത് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 1,69,100. ദെൻ ലെസ് ഡ്രോയിങ്സ് 18,000. അതിൽ നിന്ന് ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. കിട്ടുന്ന എമൗണ്ട് 1,51,100. 1,51,100. ക്യാപിറ്റൽ എഴുതി, ദെൻ ഡ്രോയിങ്സ് എഴുതി, നെറ്റ് പ്രോഫിറ്റ് എഴുതി. ദെൻ ഇനി വരുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും വരുന്നില്ല. സൺട്രി ക്രെഡിറ്റേഴ്സ് 25,000 രേഖപ്പെടുത്തി. ദെൻ അടുത്ത ഐറ്റം ബിൽസ് പേയബിൾ. ലയബിലിറ്റി ആണ്, ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ മെഷീനറി അസറ്റാണ്, ഫിക്സഡ് അസറ്റാണ്, അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും വരുന്നില്ല. അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ സൺട്രി ഡെറ്റേഴ്സ് അസറ്റാണ്, അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ബിൽസ് റിസീവബിൾ അസറ്റാണ്, അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ക്യാഷ് ഇൻ ഹാൻഡ് ഒരു കറണ്ട് അസറ്റാണ്, അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ഇപ്പോൾ ട്രയൽ ബാലൻസിൽ വരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഐറ്റങ്ങൾ കൂടി നമുക്ക് ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്താനുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു അസറ്റാണ്, അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. എത്രയാണ്? 24,000. ഇപ്പോൾ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. ദെൻ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആണ്. ഇറ്റ് ഈസ് എ ലയബിലിറ്റി. ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് 3,000. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറി, അതും ലയബിലിറ്റി ആണ്. ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം 2,500. ഇനി വരുന്നത് ഇൻഷുറൻസ് പ്രീപെയ്ഡ് ആണ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അസറ്റ്. അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം പ്രീപെയ്ഡ് ഇൻഷുറൻസ് 300. അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇൻട്രസ്റ്റ് അക്രൂഡ്. ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാനുണ്ട്. ഇറ്റ് ഈസ് ആൻ അസറ്റ്. അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം അക്രൂഡ് ഇൻട്രസ്റ്റ് 300. എല്ലാ ഐറ്റങ്ങളും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 1,83,400. കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്താണ് നമ്മൾ ചെയ്തത്? ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കി. ഓപ്പണിംഗ് സ്റ്റോക്കും മറ്റ് ഡയറക്റ്റ് എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്തു. ഡയറക്റ്റ് ഇൻകം സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും ക്രെഡിറ്റ് ചെയ്തു. ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തു. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്തു. ഇൻഡയറക്റ്റ് ഇൻകം ക്രെഡിറ്റ് ചെയ്തു. അതിനിടയിൽ ഔട്ട്സ്റ്റാൻഡിങ് വന്നത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രീപെയ്ഡ് വന്നത് ലെസ് ചെയ്തിട്ടുണ്ട്. ദെൻ അക്രൂഡ് ഇൻട്രസ്റ്റ് വന്നതും ആഡ് ചെയ്തു. അവസാനം നമുക്ക് കിട്ടിയത് നെറ്റ് പ്രോഫിറ്റ് ആണ്. ക്രെഡിറ്റ് സൈഡായിരുന്നു കൂടുതൽ, ഇൻകം സൈഡായിരുന്നു കൂടുതൽ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ എമൗണ്ട് നെറ്റ് പ്രോഫിറ്റ് ആണ്. ആ നെറ്റ് പ്രോഫിറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്തു. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലും മറ്റ് ലയബിലിറ്റീസും രേഖപ്പെടുത്തി. അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റുകളും കറണ്ട് അസറ്റുകളും എല്ലാം രേഖപ്പെടുത്തി. ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 1,83,400. From the following trial balance, prepare a trading and profit and loss account for the year ended 31st December 2019 and a balance sheet as on that date. 2019 ഡിസംബർ 31 അവസാനിക്കുന്ന ഒരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ദെൻ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് തയ്യാറാക്കേണ്ടത്. ട്രയൽ ബാലൻസിൽ വരുന്ന ഓരോ ഐറ്റവും എവിടെയാണ് രേഖപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. ആദ്യം ക്യാപിറ്റൽ രേഖപ്പെടുത്തേണ്ടത് ബാലൻസ് ഷീറ്റിലാണ്, ലയബിലിറ്റി സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഡ്രോയിങ്സ് ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് എഴുതണം. ബിൽഡിങ് ഫിക്സഡ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് അസറ്റാണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. മോട്ടോർ വാന് അസറ്റാണ്. ലോൺസ് ഫ്രം തനസ് ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം.
ഇൻട്രസ്റ്റ് 900 എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ പർച്ചേസസ് 75,000 ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ സെയിൽസ് 1 lakh ഡയറക്റ്റ് ഇൻകം ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻഷുറൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. കമ്മീഷൻ ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതിനർത്ഥം അത് ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ സൺഡ്രി ഡെറ്റേഴ്സ് അസറ്റ് ആണ്, അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. സൺഡ്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ ബാങ്ക് ബാലൻസ് വരുന്നുണ്ട്, അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ ഇനി അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ 31st December 2019 വാസ് ₹32,000. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തു 32,000 രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്കാണ് അവർക്ക് ഉള്ളത്. അപ്പോൾ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, അസറ്റ് ആയതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും രേഖപ്പെടുത്തണം. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ₹500. 500 രൂപ വേജസ് ഈ വർഷം കൊടുക്കാനുണ്ട്. ഈ വർഷം എത്ര രൂപ വേജസ് കൊടുത്തിട്ടുണ്ട്? ട്രയൽ ബാലൻസിൽ പറയുന്നുണ്ട് വേജസ് 2,000. 2,000 രൂപ വേജസ് ഈ വർഷം കൊടുത്തിട്ടുണ്ട്, ഇനിയും 500 രൂപ കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ വേജസ് എന്ന് പറയുന്ന എക്സ്പെൻസ് 2,500 രൂപ വരും. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വേജസ് എഴുതുന്ന സമയത്ത് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് കൂടി അതിനോട് കൂടെ കൂട്ടി എഴുതണം. ദെൻ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് ₹300. ഈ വർഷം ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്. എത്ര കൊടുത്തിട്ടുണ്ട്? ഇൻഷുറൻസ് കൊടുത്തത് 1000 രൂപയാണ്. അതിൽ 300 രൂപ അടുത്ത വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ആണ്. അടുത്ത വർഷത്തേക്കുള്ള എമൗണ്ട് ആണ് 300. ആ 300 ഈ വർഷത്തെ എക്സ്പെൻസിൽ നിന്ന് കുറക്കണം. ഇൻഷുറൻസിൻ്റെ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് 300 രൂപ ലെസ് ചെയ്യണം. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും രേഖപ്പെടുത്തണം. ദെൻ കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, 800 രൂപ കമ്മീഷൻ നമുക്ക് അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം കിട്ടേണ്ട ഒരു കമ്മീഷനാണ്, അടുത്ത വർഷം കിട്ടേണ്ട ഒരു ഇൻകമാണ്, അത് ഈ വർഷം തന്നെ റിസീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ വർഷം കിട്ടിയ കമ്മീഷൻ എത്രയാണ്? 7,500. 7,500 രൂപയാണ് ഈ വർഷം കിട്ടിയിട്ടുള്ള കമ്മീഷൻ. അതിൽ 800 രൂപ അടുത്ത വർഷത്തെ കമ്മീഷനാണ്. അപ്പോൾ ഈ വർഷത്തെ കമ്മീഷൻ എന്ന് പറയുന്ന ഇൻകത്തിൽ നിന്ന് അടുത്ത വർഷത്തേക്കുള്ള കമ്മീഷൻ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അത് അടുത്ത വർഷമാണ് പരിഗണിക്കേണ്ടത്. അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്ത എമൗണ്ട് ഒരു ലയബിലിറ്റി ആണ്, അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും രേഖപ്പെടുത്തണം. ദെൻ അലോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% പെർ ആനം. പ്രൊപ്പറേറ്റർക്ക് 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യണം. അതൊരു എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അത് ക്യാപിറ്റലിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ 1,00,000 രൂപ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 10%, 10,000 രൂപയാണ് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലിനോട് കൂടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതും കൂടി ഓണർക്ക് കൊടുക്കാനുള്ളതാണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ആഡ് ചെയ്യണം. ദെൻ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഡിപ്രീസിയേഷൻ. ബിൽഡിങ്ങിന് ഡിപ്രീസിയേഷൻ ഉണ്ട്, ഫർണിച്ചറിനുണ്ട്, മോട്ടോർ വാൻ ഉണ്ട്. ബിൽഡിങ്ങിൻ്റെ വില വരുന്നത് 15,000 രൂപയാണ്. ആ 15,000ൻ്റെ 2.5% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ബിൽഡിങ്ങിൻ്റെ വില എഴുതുന്ന സമയത്ത് അതിൽ നിന്ന് ആ 2.5% ലെസ് ചെയ്യണം. പിന്നീട് വരുന്നത് ഫർണിച്ചർ. 7,500 ആണ് ഫർണിച്ചറിൻ്റെ വില. അതിന് 10% ഡിപ്രീസിയേഷൻ വരും. 10% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ആ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചറിൻ്റെ വിലയിൽ നിന്ന് ഡിപ്രീസിയേഷൻ എമൗണ്ട് ലെസ് ചെയ്യണം. മോട്ടോർ വാന് 10% ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. 25,000 രൂപയാണ് മോട്ടോർ വാനിൻ്റെ വില വരുന്നത്. 2,500 രൂപ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ട് വരും. ആ 2,500 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ മോട്ടോർ വാനിൻ്റെ വില എഴുതുന്ന സമയത്ത് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ച് എഴുതണം. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന എല്ലാ ഐറ്റംസും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കാം. ട്രയൽ ബാലൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ റെഡ് കളറിൽ കാണുന്നതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ള ഐറ്റംസ് എഴുതുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി നമ്മൾ പരിഗണിക്കണം. ഇപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യം രേഖപ്പെടുത്തേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നുണ്ട് എത്രയാണ്? 25,000. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം ഓപ്പണിംഗ് സ്റ്റോക്ക് 25,000.
ദെൻ ഇനി വരുന്നത് പർച്ചേസസ്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തേണ്ട റേറ്റ് ആണ് പർച്ചേസസ് 75,000. പർച്ചേസസ് റിട്ടേൺസ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഈ ക്വസ്റ്റ്യനിൽ പർച്ചേസ് റിട്ടേൺസ് വരുന്നില്ല. അതുകൊണ്ട് പർച്ചേസ് എമൗണ്ട് നേരിട്ട് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഇനി വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വേജസ്. വേജസിന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്? ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ₹500. ഈ വർഷത്തെ വേജസ് വരുന്നത് എത്രയാണ്? 2000 ആണ്. അപ്പോൾ 2000 രൂപ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമ്പോൾ അതിനോട് കൂടെ ഈ ₹500 കൂടി ആഡ് ചെയ്യണം. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ വേജസ് എന്ന് എഴുതണം. 2000 ആഡ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് 500. ടോട്ടൽ എമൗണ്ട് 2500. ഇപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ആണ് രേഖപ്പെടുത്തേണ്ടത്. സെയിൽസ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? ₹1,00,000. സെയിൽസ് റിട്ടേൺ വരുന്നില്ല. അതുകൊണ്ട് സെയിൽസിൻ്റെ എമൗണ്ട് നേരിട്ട് എമൗണ്ട് കോളത്തിലേക്ക് രേഖപ്പെടുത്താം. ദെൻ ഇനി വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ 31st December 2019 വാസ് ₹32,000. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രണ്ടാമത്തെ ഐറ്റമായിട്ട് രേഖപ്പെടുത്തണം. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി. ദെൻ മറ്റ് ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് ചെയ്തു. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും രേഖപ്പെടുത്തി. ദെൻ ഇനി ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്. 1,32,000. അത് ഡെബിറ്റ് സൈഡിൽ എഴുതി. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 29,500. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഇൻകം സൈഡാണ് കൂടുതൽ. നമുക്ക് കിട്ടിയത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യണം. 29,500. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഡെബിറ്റിലും ഇൻഡയറക്റ്റ് ഇൻകം ക്രെഡിറ്റ് സൈഡിലുമാണ് രേഖപ്പെടുത്തേണ്ടത്. ഇതിലാദ്യം വരുന്നത് ഇൻട്രസ്റ്റ് 900. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് 15,000. അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും വരുന്നില്ല. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇനി വരുന്ന ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇൻഷുറൻസ്. ഇൻഷുറൻസിന് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. എന്താ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത്? പ്രീപെയ്ഡ് ഇൻഷുറൻസ് ₹300. 300 രൂപ പ്രീപെയ്ഡ് ആണ്. ഈ വർഷത്തെ ഇൻഷുറൻസ് എമൗണ്ട് 1,000 ആണ് വരുന്നത്. വേജസ് കഴിഞ്ഞ് അതിൻ്റെ താഴെ വരുന്നതാണ് ഇൻഷുറൻസ് ₹1,000. ആ ₹1,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇന്നർ കോളത്തിൽ രേഖപ്പെടുത്തണം. അതിൽ നിന്ന് പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. ബാലൻസ് വരുന്നത് ₹700 ആണ് ഈ വർഷത്തെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് എക്സ്പെൻസ് വരുന്നത്. ഇപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഒരു ഇൻഡയറക്റ്റ് ഇൻകം വരുന്നുണ്ട്, കമ്മീഷൻ. അതിനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 800. കമ്മീഷൻ്റെ എമൗണ്ട് ട്രയൽ ബാലൻസിൽ വരുന്നത് എത്രയാണ്? 7,500. കമ്മീഷൻ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതിൽ നിന്ന് അഡ്വാൻസ് ആയി റിസീവ് ചെയ്തിട്ട കമ്മീഷൻ എമൗണ്ട് ലെസ് ചെയ്യണം. ലെസ് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 800. അപ്പോൾ 7,500-ൽ നിന്ന് 800 രൂപ അഡ്വാൻസ് ആയി റിസീവ് ചെയ്തത് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 6,700. ട്രയൽ ബാലൻസിൽ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ഇൻകങ്ങളും രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതിൽ 6ാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഡിപ്രീഷിയേറ്റ് ബിൽഡിംഗ് അറ്റ് 2.5%, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് അറ്റ് 10%, മോട്ടോർ വാൻ അറ്റ് 10%. ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ആ റെസ്പെക്റ്റീവ് അസറ്റിൽ നിന്നും ആ ഡിപ്രീസിയേഷൻ എമൗണ്ടുകൾ കുറച്ച് എഴുതണം. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ ഓരോ അസറ്റിൻ്റെയും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ടുകളെല്ലാം ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷനാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ബിൽഡിങ്ങിൻ്റെ വില നമുക്കറിയാം എത്രയാണ്? 15,000 ആണ്. ആ 15,000-ൻ്റെ 2.5%. അപ്പോൾ 15,000 ഇൻറ്റു 2.5 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 375 വരും. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിന് 7,500 ആണ് വില വരുന്നത്. 10% ആണ് അതിൻ്റെ ഡിപ്രീസിയേഷൻ. അപ്പോൾ 750. ദെൻ മോട്ടോർ വാൻ 25,000 ആണ്. അതിൻ്റെയും ഡിപ്രീസിയേഷൻ 10% ആണ്. = 2,500. ഈ ഓരോ ഡിപ്രീസിയേഷൻ എമൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രത്യേകം എഴുതി ടോട്ടൽ എമൗണ്ട് കോളത്തിലേക്ക് രേഖപ്പെടുത്തണം. ഡിപ്രീസിയേഷൻ ബിൽഡിംഗ് 375, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് 750, മോട്ടോർ വാൻ 2,500. ടോട്ടൽ വരുന്നത് 3,625. എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത്? ഇനി വരുന്നൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 10% ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്.
ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റലിനെ ബേസ് ചെയ്താണ്. ക്യാപിറ്റൽ എമൗണ്ട് 1,00,000 രൂപയാണ് വരുന്നത്. അപ്പോൾ 1 lakh ഇൻറ്റു 10/100 ഈക്വൽ ടു 10,000. ആ 10,000 റുപ്പീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10,000. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എല്ലാ ഐറ്റംസും രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ വരുന്നത് 36,200. അത് ഡെബിറ്റ് സൈഡിൽ എഴുതി. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 5,975. ഇൻകം സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. നമുക്ക് കിട്ടിയത് നെറ്റ് പ്രോഫിറ്റ് ആണ്. ഇത് ക്യാപിറ്റലിനോട് കൂടെ ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്യണം. എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്? ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. ബാലൻസ് ഷീറ്റിൽ ആദ്യം രേഖപ്പെടുത്തുന്നത് ക്യാപിറ്റലാണ്. ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ക്യാപിറ്റൽ പറയുന്നുണ്ട് 1 lakh. അപ്പോൾ ക്യാപിറ്റലാണ് ആദ്യം രേഖപ്പെടുത്തേണ്ടത്. അതിനോടുകൂടെ ഈ വർഷത്തെ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഈ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 5,975. 5,975 ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. അത് ആഡ് ചെയ്യണം. ദെൻ അതിന് പുറമെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് എമൗണ്ട്? 10,000. അതും ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്യേണ്ട റൈറ്റാണ്. അടുത്ത ഐറ്റായിട്ട് ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10,000. ഇപ്പോൾ ക്യാപിറ്റലും നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ടോട്ടൽ ചെയ്യണം. അതിൽ നിന്ന് ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. ട്രയൽ ബാലൻസിൽ രണ്ടാമത്തെ ഐറ്റായിട്ട് പറയുന്നുണ്ട് ഡ്രോയിങ്സ് 18,000. ലെസ് ഡ്രോയിങ്സ് 18,000. നെറ്റ് എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത് 97,975. ദെൻ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ബിൽഡിംഗ് 15,000. അസറ്റാണ്, അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതണം. ലെസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷനാണ് 375. ബിൽഡിങ്ങിൻ്റെ എമൗണ്ടിൽ നിന്ന് ലെസ് ഡിപ്രീസിയേഷൻ 375. നെറ്റ് എമൗണ്ട് വരുന്നത് 14,625. ദെൻ നെക്സ്റ്റ് അസറ്റാണ് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. എമൗണ്ട് 7,500. അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് എഴുതണം. ഡിപ്രീസിയേഷൻ എത്രയാണ് വരുന്നത്? 750. 750 ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 6,750. നെക്സ്റ്റ് ഐറ്റം മോട്ടോർ വാൻ 25,000. അതും അസറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറക്കണം. ഡിപ്രീസിയേഷൻ എമൗണ്ട് വരുന്നത് 2,500. വരുമ്പോൾ 22,500. ബിൽഡിങ്ങും ഫർണിച്ചറും മോട്ടോർ വാനും നമ്മൾ രേഖപ്പെടുത്തി. അതിൽ നിന്ന് അവയുടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് ലെസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഐറ്റം വരുന്നത് ലോൺ ഫ്രം മിസ്റ്റർ അനസ് ₹15,000. ലയബിലിറ്റി ആണ്. ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ അടുത്ത ഐറ്റം വേജസ് ആണ്. വേജസിന് ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ₹500. 500 രൂപ വേജസ് കൊടുക്കാനുണ്ട്. ഇറ്റ് ഈസ് എ ലയബിലിറ്റി. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസിന് ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. പ്രീപെയ്ഡ് ഇൻഷുറൻസ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അസറ്റ്. അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം 300. ദെൻ കമ്മീഷനാണ് അടുത്ത ഐറ്റം. അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി കമ്മീഷൻ റിസീവ് ചെയ്ത് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. അടുത്ത വർഷത്തെ ഇങ്കാണ്. ഈ വർഷം തന്നെ റിസീവ് ചെയ്യുമ്പോൾ അതൊരു ലയബിലിറ്റി ആണ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ₹800. ദെൻ സൺട്രി ഡെറ്റേഴ്സ് അസറ്റാണ്. അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. സൺട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്. അഡ്ജസ്റ്റ്മെന്റുകളൊന്നും വരുന്നില്ല. ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. ബാങ്ക് ബാലൻസ് അസറ്റ് ആണ്. അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ഇനി ബാലൻസ് ഷീറ്റിൽ വരുന്ന റൈറ്റാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തിട്ടുണ്ട്. 32,000 ആണ്. ഒരു അസറ്റാണ്. അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. എല്ലാ ഐറ്റങ്ങളും ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 1,24,275. 1,24,275. അപ്പോൾ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടത്? ദെൻ നമ്മൾ ആദ്യം ചെയ്തത് ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കി. അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് ചെയ്തു. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും രേഖപ്പെടുത്തി. ഇവിടെ റിട്ടേൺസ് വരുന്നില്ല. അതുകൊണ്ട് പർച്ചേസിൻ്റെയും സെയിൽസിൻ്റെയും എമൗണ്ട് നേരിട്ട് എമൗണ്ട് കോളത്തിലേക്ക് രേഖപ്പെടുത്തി. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് ടോട്ടൽ കൂടുതൽ വന്നത്. അതുകൊണ്ടത് പ്രോഫിറ്റ് ആണ്. ഇൻകം സൈഡാണ് കൂടുതൽ. കിട്ടിയത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ആ ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തു.
ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി ഇൻഡയറക്റ്റ് ഇൻകം ക്രെഡിറ്റ് ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5975. ഇവിടെയും ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഇൻകം സൈഡ് കൂടുതലാണ്, അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയത്. ദെൻ ഈ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്തു. ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ആദ്യം ക്യാപിറ്റൽ രേഖപ്പെടുത്തി, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഓണർക്ക് കൊടുക്കാനുള്ളതാണ്, അതും ക്യാപിറ്റലിനോട് കൂടെ കൂട്ടി എഴുതി. ദെൻ അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റുകൾ രേഖപ്പെടുത്തിയ സമയത്ത് അതിൽ നിന്ന് ഡിപ്രീസിയേഷനൊക്കെ ലെസ് ചെയ്തിട്ടുണ്ട്. ദെൻ മറ്റ് അസറ്റുകളും രേഖപ്പെടുത്തി. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ എമൗണ്ട് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്?